നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. സ്വർണം എന്നും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നിക്ഷേപമാണ്. മലയാളികളുടെ നിക്ഷേപശീലങ്ങളെയും കുടുംബ ബഡ്ജറ്റിനെയും ഒരുപോലെ ഉലച്ചുകൊണ്ട് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൂടെ കടന്നു പോവുകയാണ്. പവന് 1,00,000 രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്ന സ്വർണം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കും എന്ന ആശങ്കയിലാണ് വിപണി. പശ്ചിമേഷ്യൻ യുദ്ധവും അന്താരാഷ്ട്ര തലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വവും സ്വർണത്തെ ഒരു സുരക്ഷിത താവളമാക്കി മാറ്റുമ്പോൾ സാധാരണക്കാരന് സ്വർണം അപ്രാപ്യമാവുകയാണോ? ഈ വിലക്കയറ്റം സ്വർണ്ണ വ്യാപാര മേഖലയെ എങ്ങനെ ബാധിക്കുന്നു? സ്വർണ്ണ കുതിപ്പിന് അവസാനമായോ, അതോ ഇതൊരു തുടക്കം മാത്രമാണോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എസ് അബ്ദുൾ നാസർ, ഗോൾഡ് ട്രേഡറായ സെബീന, ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിലെ ഫിനാൻഷ്യൽ പ്ലാനറായ ജിബിൻ ജോൺ എന്നിവർ. ആദ്യം ശ്രീ അബ്ദുൾ നാസർ, സ്വർണ്ണവില 1,00,000 കടന്നതോടെ കേരളത്തിലെ ജുവലറികളിൽ കച്ചവടം ഏതാണ്ട് പകുതിയോളം കുറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണോ? ഈ പ്രതിസന്ധി ചെറുകിട വ്യാപാരികളുടെ, ജുവലറിക്കാരുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ? സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഇത് സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന് വില വർദ്ധിക്കുന്നത് ഉപഭോക്താക്കൾ വാങ്ങുന്നതിന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആണ്. ഒരു പവൻ സ്വർണം വാങ്ങുന്നതിന് ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് 1,400,000 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വർണം വാങ്ങുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മൂല്യ വസ്തുവായി സ്വർണത്തെ ഇന്നും ജനങ്ങൾ കാണുകയാണ്. വിവാഹം പോലുള്ള ആഭരണ ആവശ്യമായി വരുന്ന കാലഘട്ടത്തിൽ സ്വർണം കൂടുതൽ വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് സ്വർണത്തിന്റെ വില വർധനവ് സ്വർണം വാങ്ങുന്നതിന് ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എങ്കിലും സ്വർണം വാങ്ങുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അക്ഷയ തൃതീയായിരുന്നു. ഏതാണ്ട് 3,00,000-ഓളം ഉപഭോക്താക്കൾ സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് ഒഴുകിയെത്തി. 12,000-ഓളം സ്വർണ്ണ വ്യാപാരികളിലൂടെയാണ് ആ വ്യാപാരം നടന്നത്. 2,000 കോടി രൂപയിലധികം സ്വർണത്തിന്റെ വ്യാപാരമാണ് കഴിഞ്ഞ ഒരു ദിവസം കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത് ഈ ഒരു തിരക്ക് കാണുന്നത് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ഒരു ആവശ്യം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വർണം ഒരു ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല, അത് എക്കാലത്തേക്കുമുള്ള ഒരു സമ്പാദ്യം എന്ന നിലയിൽ സ്വർണത്തെ ആൾ കണ്ടു തുടങ്ങിയിരിക്കുന്നതാണ് അതിന് കാരണം. കഴിഞ്ഞ വർഷത്തേക്കാൾ 60% ലാഭമാണ് ഒരു പവൻ സ്വർണത്തിൽ ഉപഭോക്താക്കൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് സ്വർണം വാങ്ങുന്നതിനുള്ള കൂടുതൽ ആളുകളുടെ താല്പര്യം നമ്മൾ കാണുന്നത്. അടുത്ത വർഷത്തെ അക്ഷയ തൃതീയ ദിനത്തിൽ എത്രയാകും വിലയെന്ന് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ വയ്യാത്ത രീതിയിലേക്ക് സ്വർണ്ണവില പോകുന്നുണ്ടോ എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. യുദ്ധ സാഹചര്യങ്ങൾ, അതുപോലെ എക്കണോമിക് ഒരു റിസഷൻ നിലനിൽക്കുന്നു, അതുപോലെ സ്വർണത്തിന്റെ വില വർധനവ്, ഇതിനെല്ലാം അവഗണിച്ചിട്ടാണ് ഇത്രയും മാത്രം ഒരു ജനക്കൂട്ടം ഒറ്റ ദിവസം സ്വർണം വാങ്ങാൻ എത്തിച്ചേർന്നത് എന്നുള്ളത് സ്വർണ്ണ വ്യാപാര മേഖലയെ കൂടുതൽ ഉണർവേകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് ഏറ്റവും ചെറിയ ആഭരണം, 1 ഗ്രാമിൽ താഴെയുള്ള ആഭരണങ്ങൾ മുതൽ വൻതോതിലുള്ള ആഭരണങ്ങൾ വരെ ആ ദിവസങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്വർണ്ണ കോയിനുകളും ബാറുകളും അന്ന് വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുന്നത് സ്വർണത്തിന്റെ മൂല്യം കുറയുന്നില്ല, സ്വർണം വാങ്ങാനുള്ള ഉപഭോക്താക്കളുടെ ഒരു ആവശ്യവും വലുതായി കാണുന്നു എന്നുള്ളതാണ് സ്വർണ്ണ വ്യാപാര മേഖല അനുമാനിക്കുന്നത് എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്.
ശരി, വ്യക്തമാണ്. സ്വർണത്തിന് വില സമീപ ഭാവിയിൽ കുറയാനുള്ള സാധ്യതയുണ്ടോ? സ്വർണം വാങ്ങാനുള്ളവർ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ടോ? അതും ഒരു ചോദ്യം തന്നെയാണ്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഈ ക്രൂഡ് ഓയിൽ വില കൂടുന്നതനുസരിച്ച് സ്വർണത്തിൽ നിന്നും ചെറുതായിട്ടെങ്കിലും ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിലിലേക്ക് ജനങ്ങളുടെ നിക്ഷേപ സാധ്യതകൾ മാറിയപ്പോൾ സ്വർണത്തിന്റെ വില ഒരു അല്പം കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് $100 അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ $100 മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു താൽക്കാലികമായ ഒരു ചേഞ്ച്, ഒരു പോർട്ട്ഫോളിയോ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ലോങ് ടേമിൽ സ്വർണത്തിന്റെ വിലവർധനവ് തന്നെയായിരിക്കാൻ ഉള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്വർണത്തിന്റെ ലോക വിപണികളിലൊന്നായ ദുബൈയിൽ പോലും വ്യാപാരത്തിൽ മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. ആ മാന്ദ്യം എന്ന് പറയുന്നത് ഈ യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ്. അതിനനുസരിച്ചുള്ള വില കുറവ് ലോക വിപണിയിൽ എങ്ങും വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു താൽക്കാലികമാണ്. വെടിനിർത്തലൊക്കെ നടന്നിട്ടുണ്ട്. അതൊരു ട്രീറ്റിയിലേക്ക് എത്തി അത് സൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും തിരിച്ച് കയറുകയും വില വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷെ താഴോട്ട് വലുതായിട്ട് വില പോകുന്നതുമില്ല. $4,700 താഴേക്ക് ഇതുവരെയും സ്വർണം പോയിട്ടില്ല ഈ യുദ്ധ സാഹചര്യത്തിൽ പോലും. അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് സ്വർണ്ണവില വീണ്ടും കൂടും എന്നുള്ളത് തന്നെയാണ്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി സെബീന, സ്വർണ്ണവിലയിൽ ഇത്തരത്തിലുള്ളൊരു ചാഞ്ചാട്ടം പ്രകടമാണ്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഗോൾഡിനെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് ഈ യുദ്ധ സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു ഫാക്ടർ മാത്രമാണ്. ഒരു യുദ്ധം എന്ന് പറയുന്ന അതുകൊണ്ട് മാത്രമോ കയറുന്ന ഒരു മെറ്റൽ തന്നെ ഗോൾഡ്. അത് ഒരു എന്ത് കാര്യത്തിലും ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഉണ്ടാവുന്നത് ഒരു മാക്രോ ഫാക്ടേഴ്സ് ആണ് കൂടുതലും. ഇൻഫ്ലേഷൻ, അൺസർട്ടനിറ്റി, സെൻട്രൽ ബാങ്ക് ബൈയിങ്, പിന്നെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്, ഇതൊക്കെയാണ് നമ്മൾ ഗോൾഡിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കയറുന്നതും ഇറങ്ങുന്നതിനുമുള്ള കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. യുദ്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു അപ്പോഴേക്ക് ഉണ്ടാവുന്നത്, അതായത് ആ ഒരു ഫാക്ടർ യുദ്ധ സാഹചര്യം കൊണ്ട് മാത്രമുള്ള ഈ ഒരു കയറ്റം എന്ന് പറയുന്നത് അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യില്ല. അത് നമുക്ക് അത് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല. ഈ ഇക്കണോമിക് ഇതായിട്ടുള്ള ഈ മാക്രോ ഫാക്ടേഴ്സും കൂടി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് കൂടുതലായിട്ട് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു MCXില് ഇപ്പൊ ഈ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലും നമുക്ക് ഫിസിക്കൽ ഗോൾഡും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നവര് കൂടുതലും എക്സ്പെക്ടേഷൻ ആണ്, നമുക്ക് ഒരു ഫ്യൂച്ചറിനുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മൾക്ക് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതില് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ടൈമാണ്. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ എന്താണ് സ്റ്റഡി ആണ് മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരു ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു 25% മാത്രം ഫസ്റ്റ് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾഡ് ചെയ്യേണ്ടത്. ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച്, ട്രേഡിങ് ഗോൾഡിൽ ആരംഭിക്കാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു പറ്റിയ സീസൺ ആണോ? തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് ഇല്ല. ഈ ഒരു മെറ്റലിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതായത് കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് എപ്പോഴാണോ ഇന്നാണോ ഏറ്റവും നല്ല ടൈമിംഗ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാതിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുക. സെബീനയുടെ ഒരു ട്രേഡിംഗ് പാറ്റേൺ എങ്ങനെയാണ്? ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ട്രേഡിങ്ങിൽ എന്തെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്? അല്ല, യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അതായത് രണ്ട് തരത്തിലാണ് ഗോൾഡ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു. ഒന്ന് ന്യൂസ് ബേസ് ആയിരിക്കും, രണ്ടാമത് എപ്പോഴും നമ്മൾക്ക് ഒരു മാക്രോ ഫാക്ടേഴ്സ് മാത്രമായിരിക്കും. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഓൾറെഡി യുദ്ധം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഇറാൻ
ഇസ്രായേൽ ആ ഒരു വാറിന്റെ ഒരു ഇതില് ആദ്യമേ തന്നെ അതിന്റെ ചർച്ചകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഓൾറെഡി യുദ്ധം ഉണ്ടാവും എന്ന് പറയുമ്പോ തന്നെ ആ ഒരു ന്യൂസ് വന്നപ്പോ തന്നെ ഗോൾഡ് പെട്ടെന്നായിട്ട് മൂവ് ചെയ്തു. അത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നമ്മൾ ലോകത്ത് നിലനിൽക്കുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഗോൾഡ് സസ്റ്റെയിൻ റാലി ചെയ്യണമെന്നോ എന്നുള്ള തീരുമാനം ഉണ്ടാവുക. അതായത് ഇക്കോണമിയെ എത്രത്തോളം ബാധിക്കും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജിബിൻ ജോൺ, ഈ ഉയർന്ന നിരക്കിൽ പുതിയതായി സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണോ, അതോ വില കുറയാൻ കാത്തിരിക്കേണ്ടതുണ്ടോ? ഉയർന്ന നിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഉയർന്ന നിരക്കെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണ്ണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മൾ വാറിനെ കുറിച്ച് പറയുമ്പോൾ വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വർണത്തിൻ്റെ എന്തായിരുന്നു സ്വർണത്തിൻ്റെ നില എന്നും വാർ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ല ശരിക്കും സ്വർണത്തിൻ്റെ വില കുറഞ്ഞത്. അതിന് മുമ്പ് തന്നെ ഈ സ്വർണത്തിൻ്റെ വില താഴോട്ട് പോന്നിട്ടുണ്ട്. വാർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചുകൂടെ അൺസർട്ടനിറ്റി ഒക്കെ വന്നിട്ടുണ്ടാകാം. അത് ഈ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഇപ്പോൾ നമ്മളൊരു ഹൈ ആയിരുന്ന സ്വർണത്തിൻ്റെ വിലയെന്ന് ഇപ്പോഴത്തെ ഒരു വില നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 30% ഡിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി സ്വർണത്തിൽ തന്നെ. അപ്പം ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്കൊരു നല്ലൊരു നിക്ഷേപമായിട്ട് തന്നെ ഇതിനെ കാണുകയും ചെയ്യാം. പക്ഷേ ഷോർട്ട് ടൈമിൽ നമ്മൾ ഈ ഉദ്ദേശിച്ച ഗെയിൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ ഈ സ്വർണത്തെ ഒരു നിക്ഷേപമായിട്ട് ഇപ്പം ഡോളറിൻ്റെ വില നന്നായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ബാങ്കുകൾ ചിലപ്പോൾ സ്വർണം വിറ്റഴിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് സ്വർണം എത്രത്തോളം സൂട്ടബിൾ ആയിരിക്കും എന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ലോങ് റണ്ണിൽ നമ്മൾ പോസിറ്റീവ് വ്യൂ തന്നെയാണ് സ്വർണത്തിൽ ഉള്ളത്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തായാലും ഒരു നിക്ഷേപ മാർഗം എന്ന നിലയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാഡം പറഞ്ഞാൽ തന്നെ നമുക്ക് മുഴുവൻ തുകയും ഒന്നിച്ച് നിക്ഷേപിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സ്റ്റാഗായിട്ട് ചെയ്തിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിക്ഷേപത്തിലേക്ക് വരുന്നതാണ് നല്ലത്. ഒരു നിക്ഷേപം എന്ന നിലയിൽ ഈ സ്വർണത്തിൻ്റെ നിക്ഷേപത്തിൽ ഉണ്ടാകാവുന്ന റിസ്ക് ഫാക്ടർ എന്താണ്? റിസ്ക് ഫാക്ടർ മീൻസ് ഇതിൻ്റെ അകത്ത് ഒരു ഘടകത്തെ മാത്രം ആശ്രയിച്ചല്ല സ്വർണത്തിൻ്റെ വില നിൽക്കുക. വേൾഡിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും ഈ സ്വർണത്തിൻ്റെ വിലയിൽ ബാധിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഇതിനും. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ അവരുടെ ആക്ഷൻസ് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർ ബൈ ചെയ്യുന്നതാണോ സെല്ല് ചെയ്യുകയാണോ, ഇപ്പം യുദ്ധമൊക്കെ വരുന്ന സമയത്ത് എന്ത് പറ്റും, കൂടുതൽ സ്പെൻഡിങ് വരുന്നുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സെല്ല് അവിടെ വന്നേക്കാം ഈ ഷോർട്ട് പീരീഡിൽ. അതുപോലെ തന്നെ ഇപ്പം ഡോളർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നിക്ഷേപങ്ങൾ അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് വാറൊക്കെ സെറ്റിലായി ഇത് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആവുന്ന സമയത്ത് ഈ ഗോൾഡിൻ്റെ വില തിരിച്ച് പഴയ രീതിയിലേക്ക് പയ്യെ വന്നു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളുമാണ് മെയിനായിട്ട് സ്വർണ്ണവിലയെ ബാധിക്കുന്നത്. അതായിരിക്കും നിക്ഷേപകരെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ട കാര്യം. ശരി. ശ്രീ അബ്ദുൽ നാസർ, ഈ അക്ഷയ തൃതീയ വിപണിയിൽ ഇത്തവണ കണ്ട തണുപ്പൻ പ്രതികരണം സ്വർണത്തോടുള്ള മലയാളിയുടെ മനോഭാവം മാറുന്നതിൻ്റെ സൂചനയാണോ? തണുപ്പൻ പ്രതികരണമൊന്നും ഇല്ലായിരുന്നു, നല്ല പ്രതികരണമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിൽപ്പന കുറഞ്ഞിട്ടില്ലേ? അത് സ്വാഭാവികമായിട്ടുണ്ടാകാമല്ലോ. കാര്യം ഉയർന്ന വിലയുണ്ട്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ വാർ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും അതുവഴിയുള്ള ഒരു വരുമാനക്കുറവും ഒക്കെ വരുന്നത് കൊണ്ട് സ്വാഭാവികമായി ഒരു കുറയാം. പക്ഷെ തൂക്കത്തിൽ ഒരു വോളിയം ബേസിൽ കുറഞ്ഞാൽ പോലും ഇപ്പൊ ഒരു അതിന്റെ എമൗണ്ട് വൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 1500 കോടിയിൽ നിന്നും 2000 കോടിയിലേക്ക് എത്തി എന്ന് പറയുന്നത് ഒരു വിൽപ്പന തോത് കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് വ്യാപാര മേഖല അനുമാനിക്കുന്നത്. പൊതുവെ വ്യാപാരം കുറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ അക്ഷയ തൃതീയ ദിനത്തിൽ കൂടുതൽ വ്യാപാരം നടന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് ഒരു ബൂസ്റ്റിംഗ് തന്നെയാണ്, പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അത് സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് സ്വർണ്ണ മേഖല കാണുന്നത്. അപ്പോൾ ഈ വില കൂടുമ്പോൾ ബൈ ചെയ്യുകയും വില കുറയുമ്പോൾ സെല്ല് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഇതിനകത്തുണ്ട്.
അവർക്കൊക്കെ അറിയാനൊക്കും ഈ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതൊന്നും ഈ മേഖലയെ വലുതായി ബാധിക്കുന്നില്ല. സ്വർണത്തെ പോസിറ്റീവായിട്ട് തന്നെയാണ് മലയാളികൾ കാണുന്നത്. അത് തുടരും. പക്ഷെ അത് വാങ്ങുന്നതിന്റെ ഒരു പവർ കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് വിലയ്ക്കും സ്വർണം വാങ്ങുകയാണ് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. ഒരു നിക്ഷേപം എന്ന നിലയിൽ മലയാളികൾ സ്വർണം വാങ്ങാറുണ്ടോ, അതോ ആഭരണമായിട്ട് മാത്രമാണോ മലയാളി സ്വർണത്തെ കാണുന്നത്? ഈ ആഭരണം തന്നെ ഒരു നിക്ഷേപമാണല്ലോ. സാധാരണഗതിയിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു 4-5% കിട്ടുന്ന പണിക്കൂലിയിൽ സ്വർണം വാങ്ങുകയും അത് ആഭരണമായി അണിയുകയും ആവശ്യം വരുമ്പോൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് കാലങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ്, ആദ്യമായിട്ടുള്ള സംഭവങ്ങളല്ല. എനിക്ക് തോന്നുന്നത് ഈ MCX പോലുള്ള ട്രേഡിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വരുന്നതിന് മുമ്പേ മലയാളികളുടെ ഒരു വലിയ നിക്ഷേപം സ്വർണത്തിലുണ്ട്. പരമ്പരാഗതമായി നിക്ഷേപിച്ചത് കൊണ്ടാണ് ആളോഹരി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശമുള്ളത് കേരളത്തിലാണ്, ആളോഹരിയിൽ. അപ്പൊ അത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വരുന്നതിന് മുമ്പേ സ്വർണത്തിൽ നിക്ഷേപിച്ചവരുണ്ട്. പരമ്പരാഗതമായി കൈമാറി വന്ന സ്വർണങ്ങൾ ഇപ്പോഴും ആളുകൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നിക്ഷേപത്തിന്റെ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും വാങ്ങിക്കുന്ന നിക്ഷേപമായിട്ട് തന്നെയാണ്. അത്യാവശ്യങ്ങൾ വരുന്നു, വിവാഹത്തിന് ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് ആ വിവാഹത്തിന് ഉപയോഗിക്കുന്ന സ്വർണം തന്നെയാണ് അവർക്ക് ഒരു ജോലിക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അതിന് ചെലവാക്കാൻ വേണ്ടി ഈ സ്വർണം എടുത്ത് ഉപയോഗിക്കുന്നു, വീട് വെക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊക്കെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ നടക്കുന്നതാണ്. അതുകൊണ്ട് സ്വർണത്തിലെ നിക്ഷേപങ്ങൾ തുടരുക തന്നെയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി കുറെ ആൾക്കാർ അതിലേക്ക് മാറുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്ന വേണ്ടി മാറുന്നുണ്ട്. ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും സ്വർണത്തിന് പോസിറ്റീവ് ആവുന്നു, ചില സാഹചര്യങ്ങളിൽ നെഗറ്റീവായിട്ട് വരുന്നു. ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത്, ക്രൂഡ് ഓയിൽ വില കൂടിയപ്പോൾ. ഉക്രൈൻ വാർ വന്നപ്പോൾ സ്വർണം വില കൂടുക മാത്രമാണ് ചെയ്തത്. അന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയൊന്നും വ്യത്യാസം വന്നു. ഈ യുദ്ധത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വ്യത്യാസം വരികയും സ്വർണ്ണവില കുറയുകയും ചെയ്തത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ജുവലറികൾക്ക് ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിന്റെ അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനൊന്നും ഒരു പ്രശ്നമൊന്നും ഓൺലൈൻ വന്നിട്ടില്ല. ഓൺലൈനിൽ വാങ്ങിക്കുന്നവർ ഇപ്പോൾ വാങ്ങിക്കുന്നു എന്നുള്ളത്, ഫിസിക്കലായി വാങ്ങിക്കുന്നവർ ഇപ്പോൾ ഓൺലൈനിൽ ട്രേഡ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ ലാഭം ഉണ്ടാക്കിയാൽ വിവാഹത്തിന് സ്വർണം അണിയാനൊക്കത്തില്ല. സ്വർണം ഫിസിക്കലായിട്ട് വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഫിസിക്കലായിട്ട് വിവാഹങ്ങൾ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്കെല്ലാം അണിയാൻ കഴിയും. സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വരണമെങ്കിൽ അത് ആഭരണമായി സ്വർണം കൈവശം ഉണ്ടാകുകയും സ്വർണ്ണ ആഭരണമായി അണിയുമ്പോഴാണ് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വില വർധനമുള്ളത് കൊണ്ട് വാങ്ങിക്കുന്നതിന്റെ തൂക്കം കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർണം വാങ്ങുന്നതിന്റെ ഒരു വ്യത്യാസവും കുറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സാധാരണഗതിയിലുള്ള സ്വർണ്ണ വ്യാപാരശാലകളൊക്കെ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ്. ശരി, വ്യക്തമാണ്. ശ്രീമതി സെബീന, താങ്കൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ട്രേഡും ഡേ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളൊരു ഇപ്പൊ ഫ്യൂച്ചറിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഗോൾഡിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ യുദ്ധം അല്ലെങ്കിൽ മറ്റുള്ള ഫാക്ടേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് ഉള്ളത്. അത് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തുള്ള മാർക്കറ്റില്, ഈ ന്യൂസ് ബേസ് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയൊക്കെ ഇത് പിടിച്ച ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്കൊരു എന്താ പറയാ തുടർച്ചയായിട്ടുള്ള ഒരു വിജയം വളരെ കുറവായിരിക്കും ഇങ്ങനത്തുള്ള മാർക്കറ്റിൽ. എന്ന് വെച്ചാൽ ഹൈ വോൾട്ടാലിറ്റി ആയിരിക്കും. അപ്പൊ നമ്മള് വിചാരിക്കുന്ന ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഒന്നും ഇതിൽ വർക്ക്ഔട്ട് ആവണമെന്നില്ല ഇപ്പോഴത്തെ ഈ മാർക്കറ്റില്. സെബീന ഈ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള ട്രേഡുകളാണ് എടുക്കാറ്? ഞാൻ
ഇൻട്രാഡേ ട്രേഡ് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഇപ്പൊ ഇതേപോലത്തെ ഉള്ള ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഓരോ ദിവസം ഓരോ വാർത്തകളാണ് വരുന്നത്. ഇപ്പൊ ഒരു ദിവസം പറയും ആ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, പിന്നെ അടുത്ത ദിവസം പറയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ തന്നെ ഒരു ഫിയർ ആണ് എല്ലാവർക്കും. ഒരു പാനിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് പോണത്. അതായത് വോളിയം ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ പരമാവധി എൻ്റർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജിബിൻ ജോൺ, ഇപ്പോൾ സെബീന പറഞ്ഞതുപോലെ തന്നെ വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഹ്രസ്വകാല നിക്ഷേപങ്ങൾ, ഇപ്പം മാഡം അത് തന്നെയാണ് പറയുന്നത്. ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലോസുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടല്ല സ്വർണത്തിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നത്. പക്ഷെ ഒരു ലോങ് റണ്ണിലേക്ക് നമുക്ക് നോക്കുമ്പോൾ എന്തായാലും ഈ സ്വർണത്തിൻ്റെ വില കൂടുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു അനാലിസിസ് വരുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി ഡോളറിൻ്റെ വിലയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പം ഗോൾഡിലേക്ക് നിക്ഷേപം കൂടുതലായിട്ട് വന്നു തുടങ്ങും. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളൊക്കെ വിറ്റ് പോയിരിക്കുന്ന ഗോൾഡുകൾ വാങ്ങാനുള്ള പോസിബിലിറ്റി ഫ്യൂച്ചറിലേക്ക് വരും. ഇപ്പോൾ ഇപ്പം നാസർ സാറ് ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഗൾഫ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൻ്റെ ഭീഷണി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതലും സ്പെൻഡിങ് എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് കൂടുതലും ഫണ്ട് കൈവശം വെക്കുന്ന രീതിയിലേക്കാണ്, ഒരു നിക്ഷേപം എന്നതിനേക്കാളും കൂടുതൽ. അതുകൊണ്ടാണ് ഈ സ്വർണ്ണവില പെട്ടെന്ന് നമുക്ക് ഒരു അൺസർട്ടനിറ്റി, ഈ വോളറ്റിലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ ലോങ് റണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിക്ഷേപം മാർഗമായിട്ട് തന്നെ സ്വർണത്തെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ ഒരു നിങ്ങളെ നിക്ഷേപങ്ങളിൽ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഒരു 10 to 15% എങ്കിലും ഒരു അലൊക്കേഷൻ സ്വർണ്ണ നിക്ഷേപം കൊണ്ടുവരേണ്ടതാണ് ശരിക്കും. മറ്റ് നിക്ഷേപങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണത്തിന് 20% വെയിറ്റേജ് കൊടുക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? 10 to 15, 20 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലാവും. 10 to 15 വരെ മതിയാവും നമുക്ക് അലൊക്കേഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതെന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയറിയാം. ഇപ്പം സാർ പറഞ്ഞ പോലെ നമ്മൾ ഈവൻ ജുവലറീസ് ആയിട്ട് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നതാണെങ്കിൽ പോലും അന്നൊരു ഇപ്പം ഒരു 25 lakhs 10 lakhs കയ്യിലുണ്ടായിരുന്നവരുടെ ഗോൾഡിൻ്റെ മൂല്യം ഇപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ബാധ്യത തീർക്കുന്നതിന് വേണ്ടി ഗോൾഡിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് വിറ്റാൽ മതിയാവും ഇപ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് എല്ലാ നിക്ഷേപത്തിലും നമുക്ക് എന്തെങ്കിലും അലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പോർട്ട്ഫോളിയോ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇതിൻ്റെ അകത്ത് 10 to 15% അലൊക്കേഷൻ ഗോൾഡിലും നമ്മൾ അലൊക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തുക മാറ്റി വെച്ചുകൊണ്ട് കൂടുതലായിട്ട് ഒരു നിക്ഷേപത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് നമ്മൾ എന്തെങ്കിലും വിപണിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നമുക്ക് വളരെ വലിയ നഷ്ടം വരാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് റീസെൻ്റ്ലി ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈവൻ ഓഹരി വിപണിയേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് ഗോൾഡ്, സിൽവർ ഒക്കെയാണ്. ഓക്കെ, സിൽവർ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അതൊന്ന് സ്റ്റേബിളായി ഇപ്പോൾ ഓൾറെഡി തന്നെ. പക്ഷേ ഇനി ഗോൾഡിന് ഉള്ള ഇനിയും പൊട്ടൻഷ്യലുണ്ട്, ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു നിക്ഷേപമായിട്ട് തന്നെ കാണാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ഒരു ജുവലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണം തൊട്ടടുത്ത ജുവലറി കൊടുക്കുമ്പോൾ വാങ്ങിയതിനേക്കാൾ വില കുറഞ്ഞ് മാത്രമേ വിൽക്കാൻ കഴിയൂ. ഒരു മണിക്കൂറിനകത്ത് അതിൻ്റെ വില കുറയുന്നതാണ്. പണിക്കൂലി കുറച്ചിട്ട് ഏത് ജുവലറിയും എടുക്കുകയുള്ളൂ. നിക്ഷേപം ജുവലറിയിൽ അല്ല നമ്മൾ ഉദ്ദേശിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ ഇതൊരു നിക്ഷേപം, ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല ഉള്ള ഡിജിറ്റൽ ഗോൾഡ്സും ETF കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുക. ജുവലറി നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇപ്പം ജുവലറി ഇപ്പോൾ സാർ പറഞ്ഞാൽ എമൗണ്ട് വൈസ് ചിലപ്പോൾ ജുവലറിയിൽ വാങ്ങുന്നത് അതേപോലെ തന്നെ നിപ്പുണ്ടാവും. പക്ഷെ ആളുകൾ കുറച്ച് പേര് നിക്ഷേപം എന്ന നിലയിൽ ജുവലറിയിലേക്ക് വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ ബേസിക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മൾ അലോക്കേഷൻസ് കാര്യങ്ങളും കുട്ടികളുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ വരുന്നുണ്ട്, പക്ഷേ അത്രത്തോളം ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ആ ഒരു പ്രവണത കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശ്രീ അബ്ദുൾ നാസർ, സ്വർണത്തിൻ്റെ ഉയർന്ന നികുതി കുറയ്ക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ടോ?
നമ്മളതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 2017 GST നിലവിൽ വരുന്നത്. അന്ന് GST നിലവിൽ വരുമ്പോൾ 20,000 രൂപയ്ക്ക് താഴെയായിരുന്നു സ്വർണത്തിന്റെ ഒരു പവന്റെ വില. അന്ന് 600 രൂപ ഒരു പവൻ സ്വർണം വാങ്ങിക്കുമ്പോൾ നികുതി കൊടുത്താൽ മതിയായിരുന്നു. ഇന്നിപ്പോ 1,14,000 രൂപയായി. അപ്പൊ ഏതാണ്ട് 3,000 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു പവന് നികുതി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിൽ സ്വർണം വാങ്ങുന്നത്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സമീപിച്ചിട്ടുണ്ട്. അത് ഉടനെ പരിഗണിച്ചില്ലെങ്കിൽ പോലും വരുന്ന കാലഘട്ടത്തിൽ അത് അടുത്ത ബഡ്ജറ്റിലൊക്കെ അതിലേക്ക് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഗവൺമെന്റും അതിലേക്ക് എത്തുന്നുണ്ട്. കാര്യം ഗവൺമെന്റ് മറ്റൊരു രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട്. ഈ ഇറക്കുമതി കുറച്ചിട്ട്, സ്വർണത്തിന്റെ ഇറക്കുമതി കുറച്ചിട്ട് ഇവിടെ റീസൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ബുള്ളിയൻ ബാങ്ക് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് വേണ്ട പുതിയ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ നികുതി കുറയ്ക്കാനുള്ള സാധ്യതയിലേക്ക് എത്താം എന്നാണ് നമ്മൾ 1.5% ആക്കണമെന്നോ 1% ആക്കണമെന്നോ ഒക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് പോയിട്ടുള്ളത്. എല്ലാവരും അതിനുവേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് അതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് സ്വർണ്ണ വ്യാപാര മേഖലയ്ക്കുള്ളത്. ഈ സ്വർണത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. ഇത് ട്രേഡിങ്ങിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചപ്പോൾ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ഒരു ഹെഡ്ജിങ്ങോടുണ്ട്. നേരത്തെ അത് ജിയോജിത്തിന്റെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഹെഡ്ജിങ് ഉണ്ട്. സ്വർണത്തിന്റെ വില വർധനവിൽ ഒരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ സ്വർണ്ണ വ്യാപാര മേഖല എടുക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ച വലിയൊരു നഷ്ടത്തിലാണ്. കാര്യം സ്വർണ്ണവില ക്രമാതീതമായിട്ട് വരികയാണ്. നമ്മൾ ഇന്നെടുക്കുന്ന അതേ വിലയ്ക്ക് ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാനൊക്കാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 1-2 വർഷമായിട്ട് തന്നെ നിലനിന്ന്. അതിനൊരു ഹെഡ്ജിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ കൂടെ ഒരു സ്വർണ്ണ വ്യാപാരികൾക്ക് ഒരു സെക്യൂർ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് അതിനെയും ഓവർകം ചെയ്തുകൊണ്ടുള്ള വിലവർധന ഉണ്ടാകുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഹെഡ്ജിങ് പോലുള്ള ഒരു സാഹചര്യം നിലനിന്നിട്ട് പോലും സ്വർണ്ണവില ഉയർന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. നേരത്തെ 1,30,000 രൂപയിൽ നിന്നും 1,14,000 രൂപയിലേക്ക് എത്തിയുള്ളൂ. $5,600 നിന്നും $4,700 എത്തിയുള്ളൂ. അപ്പൊ ആ ഒരു $500 ഒരു വ്യത്യാസത്തിലേക്ക് അല്ലെങ്കിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു വില വർധനവിലേക്കോ വലിയൊരു വില ഇടിവിലേക്കോ ഒന്നും ഈ വർഷം പോകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു 4,700 5,200 എന്ന ഒരു ഡോളറിലേക്കായിരിക്കാം ഈ വർഷത്തെ ഒരു സ്വർണ്ണവില പോകുന്നതെന്നാണ് വിപണിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ കിട്ടുന്നത്. ശരി, ശ്രീ ജിബിൻ ജോൺ, നിക്ഷേപകരുടെ കാഴ്ചപ്പാടിൽ സ്വർണം ഇപ്പോഴും 10-15% പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണമെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അതോ ഈ തിരുത്തലിൽ മറ്റ് ആസ്തികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമോ? ഇല്ല സാർ, തിരുത്തലുകൾ എന്ന് പറയുന്നത് എന്തായാലും എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ഇപ്പം എപ്പോഴും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഈ നിക്ഷേപം നടത്താനായിട്ട് ആളുകളൊന്ന് പേടിക്കും. ഇപ്പം എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന നിരക്കിൽ നിന്നൊരു 25-30% ഓൾറെഡി സ്വർണത്തിന്റെ വില താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അത് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു നിക്ഷേപമായിട്ട് ഇതിനെ കാണുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വർണ്ണ നിക്ഷേപം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ മറ്റ് അസറ്റ് ക്ലാസുകളും നമ്മുടെ ഇതിൻ്റെ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റാം. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണ ETF, സോവറിൻ ഗോൾഡ് ബോണ്ട്, ഫിസിക്കൽ ഗോൾഡ് തുടങ്ങിയവയിൽ ഏതാണ് ഇപ്പോൾ ഏറ്റവും മികച്ച ഓപ്ഷൻ? ഗോൾഡുകളെല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പ്രോബ്ലം വരുന്നത്. മീൻസ് ഇപ്പം ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിൽ നമുക്കത് സൂക്ഷിക്കാനുള്ള ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ നമ്മളത് സ്റ്റോറേജിനുള്ള സ്പേസ് കണ്ടെത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഏത് രീതി നമുക്ക് യൂസ് ചെയ്യാം അത് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനെ.
ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നിക്ഷേപമായിട്ട് കാണുമ്പം അതിൻ്റെ ഒരു പേപ്പർ വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ ഡിജിറ്റലി ആയിരിക്കും അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സ്റ്റോറേജോ കാര്യങ്ങളോ ഒന്നും അതിന് വേണ്ടിയിട്ട് വേണ്ടി വരത്തില്ല. ഫിസിക്കൽ ഗോൾഡിലേക്ക് വരുമ്പം നേരെ തിരിച്ചാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടി വരും സ്റ്റോറേജ് കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ യൂസേജ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇത് ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ നമ്മളത് ഫിസിക്കലായിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും. പക്ഷെ ഒരു നിക്ഷേപമായിട്ട് മാറ്റുമ്പോഴത്തേക്കും നമുക്കതിനെ കൂടുതലും ഡിജിറ്റലും അനുയോജ്യമായിട്ടുള്ള നിക്ഷേപം. ശരി, ശ്രീമതി സെബീന, സ്വർണത്തിൻ്റെ നിലവിലെ വിലക്കയറ്റത്തിൻ്റെ പിന്നിലെ സാങ്കേതിക കാരണങ്ങൾ എന്തൊക്കെയാണ്? സെൻട്രൽ ബാങ്ക് ബൈയിങ്ങിന്റെ ഒരു ഇപ്പൊ എല്ലാവരും പറയും ഗോൾഡ് കൂടുതലായിട്ടും കയറുന്നത് സെൻട്രൽ ബാങ്ക് ബൈയിങ്ങിന്റെ ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ടെന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സെൻട്രൽ ബാങ്ക് ബൈയിങ് അതൊരു ഫാക്ടർ മാത്രമാണ്. അതായത് അതൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ രീതിയിൽ ഇപ്പൊ എനിക്കറിയാം 2016-18 തുടങ്ങിയിട്ട് 1200 ടണ്ണോളമാണ് ഗോൾഡ് സെൻട്രൽ ബാങ്കുകളെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും പർച്ചേസിങ് അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ട്രസ്റ്റ് ആണ്. അതായത് സെൻട്രൽ ബാങ്കുകൾ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മെറ്റലിന് നിസാരമായിട്ടുള്ള ഒരു മെറ്റലല്ല ഗോൾഡ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പൊ ആളുകൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഗോൾഡ് ഈ വില കുറയും, അപ്പൊ ഈ വില കുറയുമ്പോൾ വാങ്ങിക്കാം. അതായത് ഇപ്പൊ ഞാനൊരു ട്രേഡർ എന്ന നിലയ്ക്ക് എല്ലാവരും ഒരു 50,000 എത്തുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ഗോൾഡ് ഇനി കയറില്ല, നമുക്ക് ഇവിടെ നിന്ന് ഗോൾഡ് വിൽക്കാം എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കയ്യിലുള്ള സ്വർണ്ണങ്ങളായാലും വിൽക്കാം എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോഴായാലും ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ ഒരു മാർക്കറ്റിന്റെ ഒരു വ്യൂവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ 1 ലക്ഷം എന്ന് പറയുന്ന ഈ ഒരു റേറ്റ് ഏറ്റവും ഒരു ചെറിയ റേറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ഗ്ലോബലി സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരു നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു റേറ്റ്, ഈ 1 ലക്ഷം എന്നുള്ളത് നമ്മൾക്ക് വാങ്ങിക്കാനുള്ള ഒരു നമുക്ക് ഇനി കിട്ടില്ല. ഈ ഒരു റേറ്റ് നമുക്ക് ഒരിക്കലും ഇനി ഗോൾഡ് കിട്ടാൻ ചാൻസ് കുറവായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇൻഫ്ലേഷൻ്റെത്, ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ കറൻസിയുടെ വാല്യൂ കുറയും. അപ്പൊ പർച്ചേസിംഗ് പവർ കുറയാണ് ചെയ്യണത്. അപ്പൊ എന്താ 1 ലക്ഷം രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1-2 വർഷം കഴിയുമ്പോൾ അതിന്റെ പർച്ചേസിംഗ് പവർ കുറയാണ്. അതേസമയം നമ്മൾ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അത് ഇരട്ടിയാവും. അപ്പൊ അതിന്റെ ഒരു രീതി എനിക്ക് തോന്നുന്നത് മാർക്കറ്റിന്റെ ഒരു ഇതനുസരിച്ചിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടത്തെ ഈ ഒരു റേറ്റ് വിട്ടിട്ട് ഒരു 30-35% നെക്സ്റ്റ് ഇയറിലേക്ക് എന്തായാലും ഗോൾഡ് മൂവ് ചെയ്യും. ശ്രീമതി സെബീനയുടെ ഒരു ട്രേഡിംഗ് പാറ്റേൺ എങ്ങനെയാണ്? സ്വർണം വാങ്ങിച്ച് ദീർഘകാലം വെക്കുകയാണോ ചെയ്യുന്നത്, അതോ ഡേ ട്രേഡിൽ മാത്രമാണോ? തീർച്ചയായിട്ടും ഞാൻ എന്റെ പോർട്ട്ഫോളിയോയില് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് നൽകുക ഗോൾഡിന് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 2030 കൂടിയിട്ടുണ്ടെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കടന്നുവരവ് ഗോൾഡിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഈ ഒരു ഡീഡോളറൈസേഷന്റെ ഭാഗമായിട്ട്, അതായത് ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഓരോ രാജ്യങ്ങളും അവരുടെ സെൻട്രൽ ബാങ്കുകളിൽ കൂടുതലായിട്ട് ഓരോ രാജ്യങ്ങളും അനുസരിച്ചാണ് ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു റഷ്യന്ന് ഇപ്പൊ നമ്മളിപ്പോ എണ്ണ ഓയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോളറാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഒരു ഗോൾഡ് യൂണിറ്റ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ എത്രത്തോളം നമ്മളുടെ ഓരോ സെൻട്രൽ ബാങ്കുകളിലും സ്വർണം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇനി കൂടുതൽ വ്യാപാരങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ഗോൾഡിന് അത്രയ്ക്കും ഡിമാൻഡാണ് അവിടെ. ഇപ്പൊ നമ്മ പറയും ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അത് വലിയൊരു റേറ്റ് ആണ്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്ന ഒരു 6 months ഒക്കെ കഴിയുമ്പോഴേക്കും അതൊരു നമുക്കൊരു ചെറിയ റേറ്റ് ആയിട്ട് നമുക്കത് അനുഭവപ്പെടാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു $5,000 ഇപ്പൊ ഏകദേശം അത് സസ്റ്റൈൻ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് ഒരു 1 year കൊണ്ട് എങ്ങനെ പോയാലും ഒരു $6,000 അബോവ് ഡെഫിനറ്റ്ലി മാർക്കറ്റ് പോകാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ അബ്ദുൾ നാസർ, പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ സ്വർണ്ണവിലയിൽ പെട്ടെന്നൊരു ഇടിവ് നാം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പശ്ചിമേഷ്യയിൽ ഇപ്പൊ വെടിനിർത്തലാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ വർദ്ധിച്ചു നിൽക്കും. അതുകൊണ്ട് ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തന്നെയാണ് ക്രൂഡ് ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി സ്വർണത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ഒരു താൽക്കാലികമായി ഒരു ചേഞ്ച് വന്നാൽ അത് സ്വർണത്തിന് വില കുറയാൻ തന്നെയാണ് സാധ്യത. പക്ഷെ സ്വർണത്തിന് വില കുറയാനുള്ള പല കാരണങ്ങളും നമ്മുടെ രാജ്യത്തും ഉണ്ട്. ഡോളർ വളരെ സ്ട്രോങ് ആയി എന്ന് പറയുന്നതിനോട് രൂപ ഒന്ന് സ്ട്രോങ് ആയാൽ സ്വർണ്ണ വില കുറയാനുള്ള സാധ്യത.
ഇപ്പൊ 93 രൂപ 94 രൂപയിലേക്ക് എക്കാലത്തെയും ഉയർന്ന ഒരു വില നിലവാരത്തിലാണ് രൂപയുടെ ദുർബലാവസ്ഥ നിലനിൽക്കുന്നത്. അത് മാറി രൂപ ഒരു 70 രൂപയിലേക്ക് നിന്ന് സ്ട്രോങ് ആയാൽ സ്വർണ്ണവില ഈ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപയിൽ താഴെ വരാം. അതിന് നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം രൂപ കൂടുതൽ ദുർബലമാകുന്നതാണ് ഇന്ത്യൻ എക്കോണമിക്ക് നല്ലതെന്നുള്ള ഒരു പുതിയ ഒരു ചിന്തയാണ് ഈ രൂപ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സമീപ ഭാവിയിൽ രൂപ 100 രൂപ കടന്ന് ദുർബലാവസ്ഥയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രൂപ കൂടുതൽ ദുർബലാവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ കൂടുന്നത് കൊണ്ട് കൂടുതലായി ശക്തമാകുന്നു, സ്വർണ്ണവില കുറയുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ രൂപ ദുർബലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരുമ്പോൾ സ്വർണ്ണവില കൂടാനുള്ള സാധ്യത തന്നെയാണ്. ശരി, ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം സ്വർണ്ണ വിതരണ ശൃംഖലയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വിതരണ ശൃംഖലയെ ഒന്നും വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ദുബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു TRQൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വർണ്ണമുണ്ട്. അത് ഏതാണ്ട് 190 ടൺ മാത്രമാണ് ഒരു വർഷം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അത് സാധാരണഗതിയിൽ ഇപ്പൊ 6% നികുതി മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. ദുബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ TRQൽ എടുക്കുന്നവർക്ക് മാത്രം 1% അതിന്റെ ഒരു ഇൻസെന്റീവ്സ് കിട്ടും. അങ്ങനെ 5% കൊടുത്താൽ മതി. അത് സ്വാഭാവികമായി അതിൽ ഒരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ IABX വഴിയാണ് ആ TRQ ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്നവർക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ ദുബൈയിൽ നിന്നുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഒരു വർഷത്തിലാകുമ്പോൾ ഈ TRQൽ വരുന്ന ഈ 190 ടൺ എടുത്താൽ മതിയാകും എന്നുള്ളതാണ് എന്റെ കാര്യം. അതുവഴി നമ്മൾ ആഭരണങ്ങൾ കൂടുതലായി ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. മറ്റ് സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആഭരണങ്ങളായി നമുക്ക് വരുന്നത്. പിന്നെ ദുബൈയിൽ നിന്ന് കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ശ്രീ ജിബിൻ ജോൺ, ആഭരണങ്ങളായി വാങ്ങുന്നതിന് പകരം ഡിജിറ്റൽ ഗോൾഡ് ETF എന്നിവയിലേക്ക് നിക്ഷേപകർ മാറേണ്ട സമയമായോ? ഇത് നിക്ഷേപം മാറിയാൽ ഒരു ലോങ് ടൈം ഒരു നിക്ഷേപം എന്ന നിലയിൽ കൂടുതലും ഡിജിറ്റൽ ഗോൾഡ്സ് ആയിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള നിക്ഷേപമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതല്ലാതെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് വേണമെങ്കിൽ ഫിസിക്കൽ ഗോൾഡ്സ് വാങ്ങാം. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് ലിക്വിഡിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് ആയിരിക്കും കൂടുതൽ. ഈ സ്വർണ്ണ പണയ വായ്പകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വിലക്കയറ്റം ഒരു ഭീഷണിയാണോ, അതോ ഇതൊരു അവസരമായി എടുക്കണോ? സ്വർണ്ണ പണയം ഇപ്പോൾ എന്തായാലും പണയം വെക്കാനിരിക്കുന്നവർക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. എന്തായാലും അവരുടെ കയ്യിൽ അതിനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ പണയം വെക്കാൻ. എന്തായാലും ഇപ്പം നേരത്തെ ആഭരണമായിട്ടും വിവാഹത്തിനും മറ്റും ആഭരണമായിട്ട് കിട്ടിയവരൊക്കെ അതിപ്പം നല്ല രീതിയിൽ നമ്മൾ സ്വർണ്ണപ്പണയം വെച്ച് ആയാലും അവർക്ക് മറ്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ എക്കാലവും സ്വർണം ഒരു നിക്ഷേപമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മുൻകാലങ്ങളിലാണെങ്കിലും അന്നത്തെ റേറ്റ് അനുസരിച്ച് സ്വർണം ഒരു നിക്ഷേപമായിട്ട് എല്ലാവരും നിക്ഷേപിച്ചിരുന്നു. ഇത്രയും ഉയർന്ന ഒരു വളർച്ച ഇതിനുണ്ടാകുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പം ഫ്യൂച്ചറിലേക്കും ഇതേപോലെ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാകാം എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ശരി, ശ്രീമതി സെബീന, മാർക്കറ്റ് റിയൽ ടൈം ട്രെൻഡ് എന്താണ്? MCXലെ ഫ്യൂച്ചേഴ്സ് വിലയും ഫിസിക്കൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നത് എന്താണ്? ഫിസിക്കലില് ഞാൻ പറഞ്ഞ പോലെ അതിലൊരു റിയൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരിക്കും എപ്പോഴും കാണിക്കുക. ഫ്യൂച്ചറിൽ എപ്പോഴും നമുക്ക് എക്സ്പെക്ടേഷൻ ആണ്. നമ്മൾക്ക് അതായത് കൂടുതലും നമുക്ക് മാർജിൻ അവൈലബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് നമ്മൾക്ക് എന്താ പറയാ സ്പെക്കുലേഷൻ കൂടുതലുള്ള ഒരു മാർക്കറ്റാണ് MCX. ഫിസിക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അതല്ല, അത് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ കൂടുതലും സ്പെക്കുലേഷനാണ് കൂടുതലും MCXൽ വരിക. അപ്പൊ നമുക്കൊരു എക്സ്പെക്ടേഷൻ ആണ് ഇത്ര വരും
അല്ലെങ്കിൽ അതാണ് അവിടെ ലോസ് കൂടുതലായിട്ട് വരാനുള്ള കാരണം. നമുക്ക് MCX ഫ്യൂച്ചർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലോസ് ഇൻട്രാഡേ ട്രേഡേഴ്സിലേക്ക് വരാനുള്ള കാരണം ഈ എക്സ്പെക്ടേഷൻ ആണ്. അതായത് എല്ലാവരുടെ ഒരു വിചാരം ഗോൾഡ് കുറച്ച് കയറി അപ്പൊ ഇനി കുറച്ച് ഇറങ്ങും, അപ്പൊ അവിടെ നിന്ന് സെല്ലിങ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ഇറങ്ങണ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യും. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണങ്ങള് ഈ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ മിക്ക ആളുകളും കണ്ടെത്താറില്ല. അതിന്റെ ഡാറ്റാസ്, അതിന്റെ ടെക്നിക്കൽ വശങ്ങള്, ഫണ്ടമെന്റൽസ് ന്യൂസുകള്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50% ആളുകൾ മാത്രമേ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഇനി ഏത് ലെവലിലാണ് ഗോൾഡിന് സപ്പോർട്ട് ഉള്ളത്? ഇനി ഒരു ഇതില് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു 4600 അതൊരു എന്താ പറയാ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 5000 മേലെ എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. നമ്മൾക്ക് ചിലപ്പോ ഇനിയിപ്പോ ഒരു ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് ചിലപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ ഒരു കട്ടിങ് വരികയാണെങ്കിൽ ഗോൾഡ് എന്തായാലും കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതലും ബോണ്ട് yieldsനൊക്കെ ആയിരിക്കും കൂടുതൽ അട്രാക്റ്റീവ് ആവുക. അപ്പൊ മാത്രമേ ഗോൾഡിനൊരു ചെറിയ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു ഡൗൺ ട്രെൻഡ് ആണ്, ഒരിക്കലും അതൊരു ക്രാഷ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം. ഓരോ ഡൗൺ ട്രെൻഡ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗോൾഡിനെ സംബന്ധിച്ചിട്ട്. അല്ലാണ്ട് അതിങ്ങനെ ഭയങ്കര ഒരു ക്രാഷിലേക്ക് എന്തായാലും ഗോൾഡ് ഇപ്പോൾ പോകാനുള്ള ഒരു ചാൻസും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഒരു സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ യുദ്ധത്തിന്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ, യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇക്കണോമിക് കോൺഫ്ലിക്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫ്ലേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ ഹെഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഗോൾഡിന്റെ വില ഉയരും. അപ്പൊ അത് എത്രത്തോളം യുദ്ധം സാഹചര്യം കൂടുതലായി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി യുദ്ധം വരുന്നുണ്ട് അതുകൊണ്ട് ഗോൾഡ് കയറുമെന്ന് പറഞ്ഞിട്ട് ആരും ഗോൾഡ് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. ആ ഒരു ഫാക്ടർ മാത്രം. നമുക്കിനി നോക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US-ന്റെ എല്ലാ ഡാറ്റകളുമാണ്. അവരുടെ സെൻട്രൽ ബാങ്ക് കട്ടിങ്, ഫെഡറൽ റിസർവിന്റെ കട്ടിങ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ബോണ്ട് yield, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോണ്ട് yield ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നിക്ഷേപങ്ങളും അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഗോൾഡ് കുറച്ച് അട്രാക്ഷൻ കുറയും. അപ്പൊ അങ്ങനെ കുറയുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗോൾഡ് പർച്ചേസിങ് നടത്തുകയാണ് വേണ്ടത്. ശരി, വ്യക്തമാണ്. നമ്മളുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയവും സാമ്പത്തിക നയങ്ങളും സ്വർണ്ണ വിപണിയെ മാറ്റിമറിക്കുകയാണ്. വരും മാസങ്ങളിൽ US ഫെഡറൽ റിസർവ് എടുക്കുന്ന തീരുമാനങ്ങളും പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങളും സ്വർണ്ണവിലയിൽ നിർണായകമാകും. സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുമ്പോഴും വിപണിയിലെ അമിതമായ വിലക്കയറ്റം സാധാരണക്കാരനെ ആഭരണ വിപണിയിൽ നിന്ന് അകറ്റുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിലയിൽ ചെറിയ തിരുത്തലുകൾ ഉണ്ടായേക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണം കരുത്തുറ്റതായി തുടരുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവർ നൽകുന്ന സൂചന. ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുൾ നാസർ, സെബീന, ജിബിൻ ജോൺ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.